നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ കാണാൻ തുടങ്ങിയ നടനാണല്ലോ മമ്മൂട്ടി. ജീവിതത്തിന്റെ പല വ്യത്യസ്ത ഭാവങ്ങൾ കണ്ട് നമ്മൾ വളരുമ്പോഴും നമ്മുടെ കൂടെ തന്നെ കൊണ്ടുപോകുന്ന ആസ്വാദനങ്ങളിൽ ഒന്നാണല്ലോ സിനിമ. ആ സിനിമയിൽ വ്യത്യസ്ത ഭാവങ്ങളുമായി നമ്മോടൊപ്പം അന്നും ഇന്നും ഉള്ള നടനാണ് മമ്മൂട്ടി. ആ വളർച്ച ഇന്നും അവസാനിച്ചിട്ടില്ല എന്നതാണ് ഏറെ അത്ഭുതകരവും രസകരവുമായ കാര്യം. കൂടെ അഭിനയിച്ച നടന്മാരിൽ ഏറ്റവും പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്ന വിശേഷണങ്ങൾ ഏറ്റവും അധികം ലഭിച്ചിട്ടുള്ള സീനിയർ നടനാണ് മമ്മൂട്ടി. മമ്മൂട്ടിയുടെ കരിയറിൽ ഉടനീളം പ്രതിഫലിച്ചത് അയാളുടെ വ്യക്തി ജീവിതത്തിൽ പുലർത്തിയ ജീവിത വിശുദ്ധിയായിരുന്നു. കൂടെ അഭിനയിച്ച ഒരു നടിമാരുമായും ഇതുവരെ ഗോസിപ്പൊന്നും വരാത്ത നടൻ. എങ്കിലും 80കളിൽ മമ്മൂട്ടിയോടൊപ്പം ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളിൽ നായികയായിരുന്ന സുഹാസിനിയുമായി മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്ന സൗഹൃദം അന്ന് ചില സിനിമാ വാരികകളിൽ അവർ തമ്മിൽ അതിരുകവിഞ്ഞ അടുപ്പത്തിലാണ് എന്ന രീതിയിൽ വാർത്ത പ്രചരിച്ചിരുന്നു. മണിബത്തൂരിൽ 1000 ശിവരാത്രികൾ, പ്രണാമം, കൂടെവിടെ, രാക്കോയിലിൻ, രാഗസദസ്സിൻ, എന്റെ ഉപാസന എന്നീ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾ ഉൾപ്പെടെ 13 ചിത്രങ്ങളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചു. മലയാള സിനിമയിൽ സുഹാസിനിയുടെ നായകനായി ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചതും മമ്മൂട്ടി തന്നെയാണ്. സുഹാസിനിയുടെ ആദ്യ സിനിമയായ കൂടെവിടെയിൽ നായകനായതും മമ്മൂട്ടി തന്നെയായിരുന്നു. നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാപ്റ്റൻ തോമസ് എന്ന കഥാപാത്രമായിട്ടാണ് ആ സിനിമയിൽ സുഹാസിനിയുടെ ജോഡിയായി മമ്മൂട്ടി എത്തിയതെങ്കിൽ പിന്നീട് ഇറങ്ങിയ ഫാസിലിന്റെ മണിബത്തൂരിൽ 1000 ശിവരാത്രികൾ എന്ന സിനിമ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച റൊമാൻറ്റിക് സിനിമകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. റൊമാൻസ് അറിയില്ല എന്ന് മമ്മൂട്ടിയെ കുറ്റപ്പെടുത്തുന്ന വിമർശകർക്ക് മുന്നിൽ എന്നും തല ഉയർത്തി നിൽക്കുന്ന മമ്മൂട്ടിയുടെ റൊമാൻറ്റിക് റോളുകളിൽ ഒന്നാണ് മണിബത്തൂരിലെ 1000 ശിവരാത്രികളിലെ ഡോക്ടർ വിനയചന്ദ്രൻ. മമ്മൂട്ടിയും സുഹാസിനിയും തമ്മിൽ അവസാനമായി ജോഡികളായി അഭിനയിച്ചതും ഈ സിനിമയിൽ ആയിരുന്നു. 1987 ആയിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയത്. പക്ഷേ അതിനുശേഷം മമ്മൂട്ടി സുഹാസിനിയുമായി പിന്നെ അഭിനയിച്ചിട്ടില്ല. അതിന് പിന്നിൽ രസകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കഥ ഒരു പക്ഷേ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുണ്ടാക്കിയ കോലാഹലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ആ സംഭവം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതായി തോന്നി. ആ കഥയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 80കളിൽ മലയാള കലാ സാംസ്കാരിക രംഗത്തെ വളരെ പ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റായിരുന്നു യേശുദാസ്. തുടർച്ചയായി ഒരുമിച്ച് ഹിറ്റ് ചിത്രങ്ങളിൽ ജോഡികളായി അഭിനയിക്കുമ്പോൾ അക്കാലത്ത് നടന്മാരെ ചേർത്ത് ഗോസിപ്പുകൾ എഴുതിവിടുക പതിവായിരുന്നു. പക്ഷേ മമ്മൂട്ടി സുഹാസിനി ഗോസിപ്പ് അത്തരത്തിലുള്ള ഒരു പൈങ്കിളി ഗോസിപ്പ് ആയിരുന്നില്ല. അവർ തമ്മിലുള്ള കലർപ്പില്ലാത്ത സൗഹൃദത്തെക്കുറിച്ച് വാചാലനായിക്കൊണ്ട് യേശുദാസ് തന്റെ വാരികയിൽ ഒരു പങ്ക്തി പ്രസിദ്ധീകരിച്ചത് വായിക്കാൻ ഇടയായ പ്രേക്ഷകരിൽ ഉണ്ടായ തെറ്റിദ്ധാരണയായിരുന്നു മമ്മൂട്ടിയും സുഹാസിനിയും തമ്മിൽ പ്രണയത്തിലാണ് എന്ന വാർത്ത ഉടലെടുക്കാൻ കാരണമായത്. ഇനി എന്താണ് അദ്ദേഹം എഴുതിയത് എന്നല്ലേ? പായസം വളരെ ഇഷ്ടമായിരുന്ന മമ്മൂട്ടിക്ക് അതറിഞ്ഞ സുഹാസിനി മണിബത്തൂരിന്റെ സെറ്റിലേക്ക് വരുമ്പോൾ അവരുടെ വീട്ടിൽ നിന്നും അത് ഉണ്ടാക്കി കൊണ്ടുവരുമായിരുന്നു. അതേക്കുറിച്ചായിരുന്നു അക്കാലത്തെ പ്രമുഖ സിനിമാ മാഗസിനായ കട്ട്കട്ടിൽ അതിന്റെ എഡിറ്റർ കൂടിയായ യേശുദാസ് എഴുതിവിട്ടത്. എന്നാൽ ഇത് വായിച്ച് ഇവർ തമ്മിൽ അതിരു കവിഞ്ഞ അടുപ്പത്തിലാണ് എന്ന് വായനക്കാർ തെറ്റിദ്ധരിച്ചു. കാട്ടുതീ പോലെ പടർന്ന ആ വാർത്ത പക്ഷേ മമ്മൂട്ടിയെ അസ്വസ്ഥനാക്കി. അന്ന് മമ്മൂട്ടി വിവാഹിതനും സുഹാസിനി അവിവാഹിതയും ആയിരുന്നു. ഇത് അവസാനിപ്പിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച മമ്മൂട്ടി വളരെ മനോഹരമായി ആ ഗോസിപ്പിനെ കൈകാര്യം ചെയ്തു. എങ്ങനെയാണെന്നല്ലേ? തൊട്ടടുത്ത ദിവസം അദ്ദേഹം സെറ്റിലേക്ക് വന്നത് തന്റെ ഭാര്യയായ സുൽഫത്തിനെയും കൂട്ടിയായിരുന്നു. പിന്നീട് ആ ഷൂട്ടിംഗ് തീരുന്നത് വരെ എല്ലാ ലൊക്കേഷനുകളിലേക്കും സുലുവിനെ കൂട്ടിയായിരുന്നു അദ്ദേഹം സെറ്റിലേക്ക് എത്തിയത്. അതോടെ ആ ഗോസിപ്പ് അവസാനിക്കുകയും ചെയ്തു. പക്ഷേ ഈ ബന്ധത്തെക്കുറിച്ച് ഒരിക്കൽ സുഹാസിനിയോട് ഒരു അഭിമുഖത്തിൽ ആരോ ചോദിച്ചപ്പോൾ സുഹാസിനി മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതായത് മമ്മൂട്ടിയുടെ അതേ മൈൻഡ് സെറ്റ് തന്നെ ആയിരുന്നോ സുഹാസിനിക്കും അന്നുണ്ടായിരുന്നത് എന്നത് ഇപ്പോഴും അവ്യക്തം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.